കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസം. ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ച് തിരുവനന്തപുരം സെഷൻസ് കോടതി. അന്വേഷണത്തോട് സഹകരിക്കണമെന്നും എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നുമാണ് നിർദ്ദേശം. അതേസമയം രാഹുൽ നാളെ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തുമോ എന്നാണ് ആകാംക്ഷ. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുലിന് വോട്ടുള്ളത്. റോഷിപാൽ, ഹരിമോഹൻ, ശ്യാം ദേവരാജ്, ഇക്ബാൽ അറക്കൽ എന്നിവർ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഹരിമോഹനിലേക്കാണ് ആദ്യം കടക്കുന്നത്. ഹരിമോഹൻ, ഉപാധികളോടെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച ഇത് താൽക്കാലിക ആശ്വാസമാണ്. പക്ഷെ നമുക്കറിയാം SIT കൂടുതൽ വകുപ്പ് ചുമത്തിയിട്ടുള്ള പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷമാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന വിധി കോടതിയിൽ നിന്ന് ഉണ്ടായത്. എങ്ങനെയാണ് ഈ വിധിയിലേക്ക് കോടതി എത്തിയത്? കോടതിയുടെ നിരീക്ഷണങ്ങൾ ഏത് തരത്തിലായിരുന്നു? അല്ലെ, ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ഈ പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യത്തേത് ഇതൊരു വൈകി വന്ന പരാതിയാണ്. പക്ഷേ ലൈംഗികാതിക്രമ കേസുകളിൽ അങ്ങനെ പരാതിക്ക് വരുന്ന കാലതാമസം ഒരു ഘടകമേ ആകുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ 2 വർഷത്തിന് ശേഷം അങ്ങനെ ഒരു പരാതി വന്നത് നേരെ KPCC പ്രസിഡന്റാണ്. അതായത് ഒരു 3-അംഗ കക്ഷിയാണ് നേരെ അത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഫോർവേഡ് ചെയ്ത് മെയിലിൽ നൽകുന്നത്. അതിലാണ് പോലീസ് കേസെടുക്കുന്നത്. പക്ഷേ ആ കേസെടുക്കുന്ന ഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ല. പിന്നീടാണ് മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. അതായത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളൊരു വാദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനൊരു പരാതി 3-അംഗ കക്ഷി നൽകിയ ശേഷം അതിൽ തൊട്ടു പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ കോടതി അത് പരിഗണിച്ചിരിക്കാം. അക്കാര്യം വിധിയുടെ പകർപ്പ് വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിലും ആദ്യത്തെ കേസിന് സമാനമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ശേഖരിക്കാൻ രണ്ടാമത്തെ കേസിൽ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതിന്റെ തെളിവ് ശേഖരണ നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിലും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യ ഹർജി മുന്നിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി അത്തരത്തിലൊരു ചിന്തയിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ആ കാര്യം തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം കർശനമായിട്ടുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 3-4 ഉപാധികൾ എന്നെടുത്ത് പറയേണ്ടി വരും. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ്. ആ ഉപാധി വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് വെളിച്ചത്തേക്ക് വരേണ്ടി വരും. അടുത്ത തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ടി വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ കഴിഞ്ഞ 13 ദിവസങ്ങളും ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുലിന് പുറത്തേക്ക് വരാനുള്ള വഴി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഇനി ഒരു വലിയ ചോദ്യമുള്ളത് രാഹുൽ നാളെ തന്നെ പുറത്തേക്ക് വരുമോ അല്ലെങ്കിൽ ഇന്ന് തന്നെ പുറത്തേക്ക് വരുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. രാഹുലിനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നതും. പക്ഷേ എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അതൊരു താൽക്കാലികമായി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ആകെ ഒരു സാധ്യതയുള്ളത് രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുന്ന സമയത്ത് സാങ്കേതികമായി അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ജാമ്യത്തിൽ വിടാം എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമാകുന്നില്ല. കസ്റ്റഡിയിൽ ലഭിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടികളിലേക്ക് കടക്കാനോ സാധിക്കില്ല. രാഹുൽ കൃത്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി ഏതെങ്കിലും നിലയിൽ രാഹുൽ ഹാജരാകാതിരുന്നു കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിന് അത് നേരെ കോടതിയെ ധരിപ്പിക്കാൻ കഴിയും. അതായത് അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുകയാണ് രാഹുൽ എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതുകൊണ്ട് രാഹുലിന് ഹാജരായേ പറ്റൂ എന്നുള്ള ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇതിനകത്ത് തുടക്കം മുതൽക്ക് തന്നെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഇതിനകത്ത് ഊരും പേരും ഇല്ല, പരാതിക്കാരുടെ പേരില്ല, വിലാസമില്ല, മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അത് പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ, അതായത് ആദ്യം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴല്ല, അതിനുശേഷം അതിന്റെ വാദം കേൾക്കുന്ന സമയമായപ്പോഴേക്കും പോലീസ് അതിൽ കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിജീവിത വിശദമായ നടന്ന എല്ലാ കാര്യങ്ങളും, തനിക്ക് നേരിട്ട എല്ലാ ദുരനുഭവങ്ങളും അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഊരും പേരും ഇല്ല എന്നുള്ള വാദം അവിടെ തന്നെ പൊളിഞ്ഞിരുന്നു. പക്ഷേ അതിനകത്ത് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ഘട്ടം എന്നുള്ളത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇതുവരെ വാട്സപ്പ് ചാറ്റുകൾക്ക് അപ്പുറത്തേക്കുള്ള തെളിവ് ശേഖരണം പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അതും കഴിഞ്ഞ ദിവസം അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കുന്ന സമയത്ത് ഈ തെളിവുകളും ഉണ്ടായിരുന്നില്ല. ഈ അതിജീവിതയുടെ മൊഴി മാത്രമാണ് അതിനകത്തുണ്ടായിരുന്നത്. മൊഴി അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിനെ സാധൂകരിക്കുന്നതിന് തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. അതാണ് അവിടെ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചതും കോടതി പരിഗണിച്ചതും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യത്തെ കേസിനെ സംബന്ധിച്ച് അവിടെ കൃത്യമായി തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചു വെക്കാൻ കഴിഞ്ഞിരുന്നു. അതിജീവിതയും തെളിവുകൾ നൽകിയിരുന്നു. അതായത് വാട്സപ്പ് ചാറ്റുകൾക്ക് പുറമെ ശബ്ദരേഖയുണ്ടായിരുന്നു, അതിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ഡോക്ടർമാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്താൻ കഴിഞ്ഞു, വൈദ്യപരിശോധന അടക്കം നടത്തിയപ്പോൾ മുറിവുകൾ കണ്ടെത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ ഈ കേസിൽ ഇതുവരെ അത്തരം നടപടികളിലേക്കൊന്നും കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അതിജീവിതയ്ക്കുള്ള ഒരു ആശങ്ക, ഭയം ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് രാഹുലിനെ തനിക്ക് ഭയമാണ്. ആദ്യത്തെ കേസിൽ അതിജീവിത നേരിട്ടതുപോലെ ഏതെങ്കിലും നിലയിലുള്ള സൈബർ അധിക്ഷേപം തനിക്ക് നേരിടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക അന്വേഷണ ഉദ്യോഗസ്ഥയോട് മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് അതിജീവിത പങ്കുവച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമൊഴി 160
64 കോടതിയിൽ രേഖപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിക്കൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ വൈദ്യപരിശോധന നടത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവ് ശേഖരണത്തിനായിക്കൊണ്ട് അതിജീവിതയെ സമീപിക്കാനോ നിലവിൽ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടം എന്നോണം അതിലൊരു മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള നടപടിക്രമം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. കോടതി അത് ഉറപ്പായും പരിഗണിച്ചിരിക്കണം. കാരണം അതിൽ അന്വേഷണം മുന്നോട്ട് പോകുന്തോറും മാത്രമേ രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുൻപിൽ ഹാജരാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ബലാത്സംഗ കുറ്റത്തിന് പുറമെ മറ്റു വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. അതായത് ഭീഷണിപ്പെടുത്തൽ, പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, ഒപ്പം തന്നെ തടഞ്ഞുവെക്കൽ, ഒപ്പം തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള വകുപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനെ സാധൂകരിക്കുന്നതിന് ആധികാരികമായിട്ടുള്ള തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ഇനി ലഭിക്കേണ്ടതുണ്ട്. ആര്യ, തീർച്ചയായും ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.